എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും പലപ്പോഴും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കാതെ വരുന്നതാണ് എലികളുടെ ശല്യം എന്ന് പറയുന്നത്. അതിപ്പോ കിച്ചണിലായാലും നമ്മുടെ സ്റ്റോർ റൂമിലായാലും ഒക്കെ തന്നെ മിക്കപ്പോഴും നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണിത്. അവിടെ മാത്രമല്ല കേട്ടോ, മുറിക്കുള്ളിലായാലും കടന്നുകൂടി തുണി മറ്റ് നമ്മുടെ പ്രധാനപ്പെട്ട അവശ്യ സാധനങ്ങളൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്നതും നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എലികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫലപ്രദമായതും എന്നാൽ കുറച്ചും കൂടി എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു മാർഗം നമുക്ക് നോക്കിയാലോ. അപ്പോ ഈ ഒരു മരുന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഉപ്പാണ്. അപ്പൊ പൊടിയുപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പെടുക്കാം, അതിലേക്ക് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. എന്നിട്ട് നമ്മളത് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോ അത് കുറച്ചൊന്ന് ചൂടായി വരട്ടെ, അതിലെ ഉപ്പൊക്കെ ഒന്ന് ലയിച്ചു ചേർന്ന് ആ ഒരു ലായനിയായിട്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇതാ കുറച്ച് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ആ തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. ഇപ്പൊ പൊടിയുപ്പ് നമ്മൾ നേരത്തെ ഇട്ടു, ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. കുറച്ച് കല്ലുപ്പ് മാത്രമായിട്ട് നമ്മൾ വീണ്ടും ഈ വെള്ളത്തിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ചേർത്തത് പൊടിയുപ്പ്, പിന്നെ ചേർക്കുന്നത് കല്ലുപ്പ്. അത് നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതും നന്നായിട്ട് ആ വെള്ളത്തിൽ ഒന്ന് ലയിച്ചു വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പൊ ഞാൻ ദാ ഇത്ര വെളുത്തുള്ളിയാണ് കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോ തോലൊന്നും കളഞ്ഞിട്ടില്ല, തോലോട് കൂടി തന്നെയാണ് വെളുത്തുള്ളി ചതച്ചെടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് ചതച്ച് അതിന്റെ നീര് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഒട്ടുമിക്ക നമ്മുടെ വീട്ടില് തന്നെ നമ്മൾ പരീക്ഷിക്കാവുന്ന എല്ലാ മാർഗങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ്. അപ്പൊ വളരെ കുറച്ച് മാത്രം ഗ്രാമ്പു മതി. അതിലേക്ക് ഇട്ട് ഞാൻ ഈ വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ അതിലേക്ക് ഈ ഗ്രാമ്പു ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണ്. നന്നായിട്ടൊന്ന് ചതച്ച് അതിന്റെ പൊടി വരുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അപ്പൊ ദാ ആ ഒരു മിക്സ് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെളുത്തുള്ളിയും ഗ്രാമ്പും ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിയുടെയും ഗ്രാമ്പുവിന്റെയും ഒക്കെ ആ ഒരു മണം ആ ഒരു ഉപ്പ് ലായനിക്ക് അകത്തോട്ട് വരണം. കല്ലുപ്പും ഉപ്പും നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ലായനിയിലോട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അപ്പൊ ദാ ഇത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ലായനി. ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അത് ഡെറ്റോൾ ആണ്. ഡെറ്റോൾ ഞാൻ ഈ ഒരു അടപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് സ്പൂൺ ഇട്ടിട്ട് ഇളക്കുന്നില്ല, അതിന് പകരം ഇതുപോലെ ഒന്ന് ഞാൻ നന്നായി ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് കൊടുക്കാം. ഞാൻ നന്നാറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് എലികൾ വരാൻ സാധ്യതയുള്ള മുറികളോ അല്ലെങ്കിൽ കിച്ചണിലെ ഏതെങ്കിലും കോണുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിലാകെ സ്പ്രേ ചെയ്താലും മതി. ഭയങ്കര ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ.